പാക് ചാരൻ ബംഗളൂരുവിൽ പിടിയിലായി എന്ന വാർത്തയാണ്. ഗാസിയാബാദ് സ്വദേശി ദീപാരാജ് ചന്ദ്രനാണ് പിടിയിലായത്. ബിറ്റ്കോയിൻ പ്രതിഫലമായി സ്വീകരിച്ചായിരുന്നു പാകിസ്ഥാന് പ്രതിരോധ വിവരങ്ങൾ കൈമാറിയത്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, എങ്ങനെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു? വീണ, ബംഗളൂരുവിൽ വെച്ചാണ് ഈ പാക് ചാരനായിട്ടുള്ള വ്യക്തി ദീപാരാജ് ചന്ദ്രൻ എന്നാണ് ഇയാളുടെ പേര്. 36 വയസ്സാണ് പ്രായം. ഇയാൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് മുഖാന്തരവും അതോടൊപ്പം തന്നെ ഇമെയിൽ വഴിയും ടെലിഗ്രാം വഴിയുമൊക്കെ പാകിസ്ഥാന് രാജ്യത്തിൻ്റെതായ പ്രതിരോധ രഹസ്യങ്ങൾ ഇയാൾ ചോർത്തി നൽകി എന്നാണ് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇയാൾക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ് ഈ ദീപാരാജ് ചന്ദ്രൻ എന്ന ഈ യുവാവ്. ഇയാളാണ് പ്രതിരോധ രഹസ്യങ്ങൾ, രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന്, പ്രത്യേകിച്ച് പാക് ചാര സംഘടനയായ ISIക്കും മറ്റും ചോർത്തി നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസം UPയിലെ കാൺപൂരിൽ മറ്റൊരു എഞ്ചിനീയറെ സമാനമായ രീതിയിൽ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ, പ്രത്യേകിച്ച് പ്രതിരോധ വിവരങ്ങൾ ശത്രു രാഷ്ട്രങ്ങൾക്ക് ചോർത്തി നൽകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന രണ്ടാമത്തെ അറസ്റ്റാണ്. അതിനാൽ ഈ ദീപാരാജ് ചന്ദ്രൻ എന്ന 36-കാരനെയും ഇപ്പോൾ IB റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം ഗൗതം, ഈ പ്രതിരോധ രഹസ്യങ്ങൾ കൈമാറി എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ഗൗരവം അർഹിക്കുന്നതാണ് എന്നുകൂടി വിലയിരുത്തലുണ്ടായോ? വീണ, കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾ ഈ ടെലിഗ്രാമും വാട്സപ്പും അതോടൊപ്പം തന്നെ Gmail മുഖാന്തരവും രാജ്യത്തിന്റെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ തെളിവുകൾ ഈ IBക്കും അതോടൊപ്പം തന്നെ മറ്റ് റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇയാളുടെ പ്രവർത്തനങ്ങൾ ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഉൾപ്പെടെ എത്തി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്ക് വലിയ തുക പാകിസ്ഥാനിൽ നിന്നും ഈ പാരിതോഷികമായിട്ട്, അതായത് ഇവിടുത്തെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നതിന്റെ ഭാഗമായി ഇയാൾക്ക് വലിയ തുക പാകിസ്ഥാനിൽ നിന്നും കൈപ്പറ്റി. അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ഫണ്ട് എത്തുന്നതിന്റെ കൃത്യമായ തെളിവുകളും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും മറ്റ് കേന്ദ്ര ഏജൻസികൾക്കും ലഭിച്ചിരുന്നു. അതിനാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ 36-കാരനെ ചാരവൃത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലൊരു രാജ്യത്തിന് രഹസ്യം ചോർത്തി നൽകിയതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി ഗൗതം, വളരെ ഗൗരവമർഹിക്കുന്നൊരു വിവരമാണ്. പാക് ചാരൻ ബംഗളൂരുവിൽ പിടിയിലായിരിക്കുന്നു. ഗാസിയാബാദ് സ്വദേശിയാണ് പിടിയിലായത്.